പറക്കുമോ കരുണയും മനോഗുണവും നിറഞ്ഞിരിക്കുന്നവനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുകയും സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിന്റെ കൃപയോട് ഞങ്ങൾ യാചിക്കുന്നു. പഴയ ലോകം അതിനാൽ പുതുതാക്കപ്പെടുന്നുവെന്ന് കിഴക്ക് ഭാഗത്തുദിക്കുന്ന സ്ലീബായുടെ വലിയ അടയാളത്തെ ആഘോഷിക്കുന്ന മാലാകമാരുടെ സൈന്യത്തോടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ കൂട്ടത്തോടും സ്വർഗമേഘങ്ങളിൽ വരുന്നവനായ നിന്റെ ദൈവത്വത്തിന്റെ മഹത്വമുള്ള പ്രഭ പ്രത്യക്ഷപ്പെടുന്നതായ ആ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തിന്റെ മനുഷ്യനോട് കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും, ന്യായവും നീതിയും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ആ ശ്രേഷ്ഠതയോടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടും. ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു. ആ ശബ്ദം ഭൂമിയെ കുലുക്കുകയും പർവ്വതങ്ങളെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. അത് ഭൂമിയെ നശിപ്പിക്കുകയും സമുദ്രത്തെ ഇളക്കുകയും ചെയ്യുന്നു. ആകാശവിരിവിനെ ചുരുട്ടുന്നു, സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു, ചന്ദ്രനെ മായ്ക്കുന്നു, നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുന്നു. തൻ്റെ ആശ്രിതന്മാരുടെയും വിശുദ്ധ കൂട്ടങ്ങളുടെയും വായ്കളാൽ കൊമ്പിന്റെയും കാഹളത്തിന്റെയും വിളിയോടെ ഭയങ്കര ശബ്ദം അട്ടഹസിക്കുന്നു. എരുതീൻ കൂട്ടങ്ങളുടെ വായ്കളിൽ നിന്ന് മുഴക്കത്തിന്റെ ശബ്ദങ്ങളാൽ പാറകൾ പിളരുന്നു. മറഞ്ഞ് കിടക്കുന്നതായ മരിച്ചവരുടെ കബറുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി വിളങ്ങുന്ന പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആദാമിന്റെ വർഗം ഒരുമിച്ച് പുറപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാനായിട്ട് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്നവനായ ദേവപുത്രനെ സ്വീകരിപ്പാൻ പോകുന്നു. മുഖസ്തുതിയില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കരനായ വിധിക്കായി സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ ഇറയന്മാരും എരുതിയുടെ കൂട്ടങ്ങളും ലോകമൊക്കെയും പറന്ന് നടക്കുന്നു. ആദാമും ഹവ്വായും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു. ഒന്നാമതായി കൊല്ലപ്പെട്ട ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടി പ്രവേശിക്കുന്നു. ശേത്തിന്റെ മക്കളുടെ എല്ലാ തലമുറകളും അവനോടുകൂടെ ശപിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമായ കായേന്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു. നീതിമാനും സത്യവാനും ജനങ്ങളെ പെട്ടകത്തിൽ സംരക്ഷിച്ചവനുമായ നോഹ വരുന്നു. ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ ഫറവോൻ അബീമലേക്കിനോടും കൂടെ അടുത്ത് വരുന്നു. നീതിമാനായ യോബും അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോടെ വരുന്നു. അവരോടുകൂടി സകല വഞ്ചനയുടെയും തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു. കത്തിയുടെ മുമ്പാകെ മുഖം മറയ്ക്കാതെ കെട്ടപ്പെട്ടിരുന്നവനും അവന്റെ പിതാവ് അവന് ബലി കഴിച്ച കുഞ്ഞാടിനാൽ രക്ഷ പ്രാപിച്ചവനുമായ പരിപാകതയുള്ള ഇസഹാക്ക് വരുന്നു. നീതിമാനായ യാക്കോബും അവന്റെ കൂടെ അവനെ പീഡിപ്പിച്ചിരുന്ന അവന്റെ സഹോദരൻ ഏശാവും വരുന്നു. പരിപാകതയും വിനയമുള്ളവനായ യൗസേപ്പും അവന്റെ കൂടെ അവനെ വിറ്റ് കളഞ്ഞ സഹോദരന്മാരും അവന്റെ സൗന്ദര്യത്തെ ആക്രമിക്കുകയും അവിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത മിസ്രയംകാരിയും വരുന്നു. പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതന്മാരുമായ മൂശയും അഹരോനും അവരോടുകൂടി അഹങ്കാരിയായ ഫറവോനും വരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആകാശവിരിവിൽ തടഞ്ഞു നിർത്തിയ ശുബർണോനും അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു. ദീർഘദർശിയായ ശമൂവേലും അവനോടുകൂടെ ഏലിയുടെ മക്കളും വരുന്നു. ദാവീദ് രാജാവും അവന്റെ പുത്രനായ അബ്ശാലോമും അവന്റെ കൂടെ മത്സരക്കാരനായ ശൗലും വരുന്നു. വിശുദ്ധാചാര്യന്മാരായ ഫിനെഹാസും എലിയാസറും പ്രവാചകനായ ഏലിയായും അവരോടുകൂടെ നീതികെട്ട രാജാവായ ആഹാബും നിന്ദിക്കപ്പെട്ടവളായ ഇസബേലും വരുന്നു. എലീശ പ്രവാചകനും അവനോടുകൂടെ കൊതിയനും ദ്രവ്യാഗ്രഹിയുമായ ഗേഹസിയും വരുന്നു. ഇരമ്യ പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട സദക്കിയ രാജാവും വരുന്നു. അസ്കിയേൽ പ്രവാചകൻ അവന്റെ വെളിപാടുകളോടും അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടും കൂടെ വരുന്നു. സുന്ദര പുരുഷനായ ദാനിയേലും അവന്റെ കൂടെ കുരള പറഞ്ഞ ബാബേൽക്കാരും വരുന്നു. യെശയ്യാ പ്രവാചകനും അവൻ്റെോടുകൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു. ഹാനനിയായ മുതലായ പൈതങ്ങളും
അവരോടുകൂടെ വിഗ്രഹ ആരാധനക്കാരും വരുന്നു. ശ്മൂനിയുടെ മക്കളും അവരുടെ ഗുരുവായ എലിയാസറും അവരോടുകൂടെ അന്തോക്കലോസ് മുതലായവരുടെ സകല വഞ്ചനയും വരുന്നു. പതിവ്രതയായ ശൂശാനും അവളോടുകൂടെ നീതികെട്ട ആചാര്യന്മാരായ അഹാബും സദക്കിയായും വരുന്നു. യോഹന്നാൻ മാബ്ദാനിയും അവനോടുകൂടെ കാമാതുരമായ ഹെരോദിയായും വരുന്നു. പത്രോസും പൗലോസും അവരോടുകൂടെ നീറോയും ശുദ്രക്കാരനായ ശീമോനും വരുന്നു. പരിശുദ്ധ സ്ത്രീയന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു. പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു. കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും ആക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു. മുഖപക്ഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കരനായ വിധിക്കായി ആദാമിന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുന്നു. നിന്റെ ശ്രേഷ്ഠതാരഥത്തിന്മേൽ പുറപ്പെടുന്നതായ പരിഭ്രമത്തിന്റെ ആ നേരത്ത്, ഭയത്തിന്റെ ആ വലിയ ദിവസത്തിൽ, വിറയലിന്റെ ആ നാഴികയിൽ വണ്ടിച്ചക്രങ്ങളുടെ ഇടയിൽ നിന്ന് പരിഭ്രമകരമായ ശബ്ദം കേൾക്കപ്പെടുന്നു. സ്വർഗീയ റോഡുന്നു, അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു, അഗ്നിമേന്മാർ ഇളകുന്നു, ഇരതി ധരിച്ചവർ ഭ്രമിക്കുന്നു. നിന്റെ നീതിയെ കോപിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ ജ്വാലകൾ കൊണ്ട് അവർ ദഹിപ്പിക്കുന്നു. രതിയുടെ ഉറവുകളെല്ലാം മത്സരക്കാരെയും വഴിതെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു. വലത് ഭാഗം തുറക്കപ്പെടുന്നു, മഹത്വത്തിന്റെ സമുദ്രം ഉദിക്കുന്നു, പ്രകാശത്തിന്റെ കതിരുമിന്നുന്നു, രാജ്യത്തിന്റെ ഭാഗം വെളിപ്പെടുന്നു. നീതിമാന്മാരുടെ മണവറിയും ശുദ്ധിമാന്മാരുടെ ഏറുകളും കന്യാവ്രതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യതരമേശയും കാണപ്പെടുന്നു. കൃപ വലതുഭാഗത്തുള്ളവരിൽ സന്തോഷിക്കുന്നു, ഇടതുഭാഗത്തുള്ളവരെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതിയിടി മുഴക്കുന്നു. ദുഷ്ടന്മാർ തലകുനിച്ചു നിൽക്കുന്നു, കുരിശിൽ തറപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു. വിശ്വാസികളിൽ നിന്ന് സത്യമായ സ്തോത്ര ശബ്ദം ഉയരുന്നു. കന്യാവ്രതക്കാർ ആനന്ദിക്കുന്നു, ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു, നീതിമാന്മാർ ഉല്ലസിക്കുന്നു, പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു. മണവറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, മേശ ഒരുക്കിയിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യമായ ജീവിതത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു. ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ ദീപയിഷ്ടികളോടുകൂടി സന്തോഷിക്കുന്നു. നരകം ജ്വലിക്കുന്നു, രാജ്യം പ്രകാശിക്കുന്നു. സ്ലേഹന്മാർ ന്യായം വിധിക്കുന്നു, ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു. പാറകൾ പിളർക്കപ്പെടുന്നു, കബറുകൾ തുറക്കപ്പെടുന്നു. ജീവനുള്ളവർ പറക്കുന്നു, മരിച്ചവർ വീഴുന്നു, നല്ലവർ ഉയരത്തിലേക്ക് കയറുന്നു, ദുഷ്ടന്മാർ അഗാധത്തിലേക്ക് ഇറങ്ങുന്നു. കാണപ്പെടുന്നവ കടന്നു പോകുന്നു, കാണപ്പെടാത്തവ നിലനിൽക്കുന്നു. ഇവിടെയുള്ളവ മാഞ്ഞൊഴിഞ്ഞു പോകുന്നു, അവിടെയുള്ളവ അവസാനമില്ലാതെ നിൽക്കുന്നു. ആഗ്രഹങ്ങൾക്ക് അധികം വരുന്നില്ല, അതിവേദനകൾ അവസാനിക്കുന്നില്ല, ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു, ജീവൻ വാഴുന്നു. പ്രകാശം അന്ധകാരപ്പെടുന്നില്ല, മഹത്വം അഴിയുന്നില്ല, നീതി എന്നേക്കുമായിരിക്കുന്നു. ജീവൻ തലമുറകളോളം ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ആംഗ്യം ഇവയൊക്കെയും കൽപ്പിക്കുകയും അങ്ങയുടെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ വലിയ നാളിൽ സ്വന്തം പാപങ്ങളിൽ വഷളായിപ്പോയ ഞങ്ങളുടെ സൃഷ്ടിയെയും രൂപത്തെയും കുറിച്ച് അങ്ങയ്ക്ക് ദയവ് തോന്നണമേ. എന്റെ കർത്താവേ, ഞങ്ങളോടും അങ്ങയുടെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ളവരായ അങ്ങയുടെ വാത്സല്യവാന്മാരോടും കൂടെ ഞങ്ങൾ നിങ്ങളെ അറിയുന്നില്ല എന്നവിടുന്ന് പറയരുതേ. എന്നാലോ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും ന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാലോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് നിന്റെ വിശുദ്ധ തിരുവായരളി ചെയ്ത വചനം ഞങ്ങളുടെ അടുക്കലും അവരുടെ അടുക്കലും നിവർത്തിക്കണമേ. അവിടെ ആ നാളിൽ ഞങ്ങളുടെ വാങ്ങിപ്പോയ ഒരു വിശ്വാസികളായ സകല പരേതരും അങ്ങയുടെ ശ്രേഷ്ഠതയ്ക്ക് സ്തുതിയും അങ്ങയുടെ ദൈവത്വത്തിന് സ്തോത്രവും പാടുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വബകുലെ സുബാൻ ലവൽമീ.